ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടീസിന് ഇഷ്ടമാവുന്ന രീതിയിൽ 10 മിനിറ്റിൽ ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ. കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ക്യാരറ്റ്, പകുതി തക്കാളി, തക്കാളിയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പകുതി സവോള, 4-5 പനീറിന്റെ സ്ലൈസ് എടുത്ത് ഗ്രേറ്റ് ചെയ്തതാണ്. പകുതി ക്യാപ്സിക്കം, പകുതി പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മൈദ. എല്ലാം മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് മാറ്റി വയ്ക്കാം. ഈ സ്നാക്കിന് മയോണൈസ് വേണം. മയോണൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂണിലും കുറവ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര, മയോണൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത മയോണൈസ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് മല്ലിയില. എല്ലാം കൂടി മിക്സ് ചെയ്യാം. മയോണൈസ് റെഡിയായി, ഇത് മാറ്റി വയ്ക്കാം. 3 വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. വീറ്റ് ബ്രെഡ് വേണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രെഡാണുള്ള അത് എടുത്തോളൂ. ഒരെണ്ണം റെഡിയായി, ബാക്കിയുള്ള 2 ഇതുപോലെ റെഡിയാക്കി എടുക്കാം. 3 ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തു. നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. ബ്രെഡ് സ്ലൈസ് ഒക്കെ മുറിച്ചെടുത്തു. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം റെഡിയായി ഉണ്ടാവും. നമുക്കിത് മറിച്ചിടണം. വേറെ ഒരു പാനിലേക്കാണ് മറിച്ചിടണത്. ആ പാനിൽ ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കൊന്നും വേണ്ട, 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. മറിച്ചിട്ടിട്ട് 2 മിനിറ്റ് ആവാറായി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മയോണൈസ് തേച്ച് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് മുകളിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്ലൈസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന ചീസ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്യാം. അടച്ച് വെച്ച് ചീസ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അടിഭാഗം കംപ്ലീറ്റ് കുക്കായിക്കോളും. ചീസ് മെൽറ്റായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആകെ നമുക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വേണ്ടി വന്നിട്ടല്ലോ കേട്ടോ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.